നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പഞ്ചായത്തിലെ തളിക്കുളം എടശ്ശേരി സുനാമി കോളനിയിലാണുള്ളത്. അപ്പോൾ അവിടെയുള്ള 40-40ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരിലെ പകുതി മുക്കാൽ ആളുകൾ വയസ്സായ ആൾക്കാരാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയസ്സായ ഭർത്താവ് മരിച്ച വികലാംഗരായ സ്ത്രീകളൊക്കെയാണ് കൂടുതലുള്ളത്. തനിച്ച് ജീവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പണിക്ക് പോകാനോ അല്ലെങ്കിൽ 10 രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത ആളുകളാണ് ഈ കോളനിയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നത്. കടലേറ്റം കൊണ്ട് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ പുനരധിവസിപ്പിച്ചത് സർക്കാർ. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് പല വീടുകളും വളരെ ശോചനീയാവസ്ഥയിലാണ്. അവർ പെയിൻ്റ് അടിച്ചും ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. കുറേയൊക്കെ സൗകര്യങ്ങൾ വളരെ 1.5 സെൻറ്റ് 1 സെൻറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. പല ആളുകളുടെയും സ്ഥിതിഗതികളൊക്കെ നമുക്കിപ്പോൾ കാണുന്ന പോലെയൊക്കെ തന്നെയൊന്നുമല്ല. ശരിക്കും ഇത്തരം ആളുകൾക്ക് ആശ്രയ കിറ്റ്, അതുപോലെ തന്നെ വൈദ്യുതി സൗജന്യം, അതുപോലെ ഫലാനുകൂല്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വാട്ടർ കിയോസ്കി തൊട്ടടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ് ഈ രോഗികളായ ആളുകൾക്ക് താമസിക്കുന്നവർക്കൊരു സുരക്ഷിതമായ കാര്യങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ ഒരു ഹെൽത്ത് ചെക്കപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ. പല ആളുകളും വികലാംഗരാണ്, പല ആളുകളും രോഗികളാണ്. ഒട്ടനവധി ആളുകളും ഇതിലുള്ള ഒരു 80% ആളുകൾ രോഗികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. നടക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട്. അതിലൊരു വീട്ടിൽ കറണ്ടില്ല, ഒരു വികലാംഗനായ ഒരാൾ കറണ്ടില്ലാത്തടത്ത് താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ 100% വൈദ്യുതീകരിച്ച ഒരു പഞ്ചായത്താണ് തളിക്കുളം പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ല എല്ലാ വീട്ടിലും കറണ്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത്, പറയാനുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുലിക്കളി നടത്തുമ്പോൾ പുലിക്കളിയിൽ പെൺപുലിയായിട്ട് വന്നിട്ടുള്ള താരാമയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതും ഞാൻ ഇവിടെ വന്നതൊക്കെ. അപ്പോൾ താരാമയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. താരാമ ഇങ്ങോട്ട് പോയോ? അവിടെ നിന്നോ. താരാമ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 10-20 വർഷമായി വന്നിട്ട്. 20 വർഷമായി. ഈ 20 വർഷത്തിന് 2012. അപ്പോൾ 20 ആയിട്ടില്ല.